നമസ്കാരം. വ്യാജരേഖകൾ ചമച്ച് ഇന്ത്യയിൽ നിന്നും പാസ്പോർട്ട് സംഘടിപ്പിച്ച് വിദേശത്തേക്ക് കടന്ന ലഷ്കർ-ഇ-തോയ്ബ ഭീകരൻ ഉമർ ഹാരിസ് എന്ന ഖർഗോഷ് സൗദി അറേബ്യയിലുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ. സുരക്ഷാ വലയിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വളരെ പെട്ടെന്ന് ചാടാൻ കഴിയുന്നതിനാൽ ഹാരിസിന് ഖർഗോഷ് എന്ന അപരനാമം ലഭിക്കുകയുണ്ടായി. ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളെയും പാസ്പോർട്ട് വെരിഫിക്കേഷൻ സംവിധാനങ്ങളെയും വെട്ടിച്ച് ഖർഗോഷ് രാജ്യം വിട്ടത് അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. കഴിഞ്ഞ വർഷം ഇന്തോനേഷ്യ വഴി സൗദിയിലേക്ക് കടന്ന ഇയാളെ നയതന്ത്ര ചാനലുകൾ വഴി തിരികെ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 2012 കാശ്മീരിൽ നുഴഞ്ഞു കയറിയ ഖർഗോഷ് വർഷങ്ങളോളം ശ്രീനഗറിലും ബന്ദിപ്പോറയിലും ഒളിവിൽ കഴിഞ്ഞ ശേഷം രാജസ്ഥാനിലേക്ക് കടക്കുകയും അവിടെ നിന്ന് വ്യാജരേഖകൾ ഉപയോഗിച്ച് പാസ്പോർട്ട് കരസ്ഥമാക്കുകയുമായിരുന്നു. രാജ്യത്തെ പാസ്പോർട്ട് പരിശോധനാ സംവിധാനങ്ങളിലെ ഗുരുതരമായ പഴുതുകളാണ് ഈ സംഭവത്തിലൂടെ പുറത്തുവരുന്നത്. ഈ ഭീകര ശൃംഖലയെ തകർക്കാൻ ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ വൻ ഓപ്പറേഷനിൽ 5 പേർ ഇതിനോടകം തന്നെ പിടിയിലായിട്ടുണ്ട്. ഇതിൽ ലഷ്കറിന്റെ മുതിർന്ന പാക് ഭീകരരായ അബ്ദുള്ള അബു ഉസേറ, ഉസ്മാൻ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 16 വർഷമായി പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഭീകരനാണ് അബു ഉസേറ. ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിലായി 19 കേന്ദ്രങ്ങളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഭീകര ശൃംഖലയുടെ ആഴം വ്യക്തമായത്. ഭീകരർക്ക് ഒളിത്താവളവും ഭക്ഷണവും മറ്റ് സഹായങ്ങളും നൽകിയ മുഹമ്മദ് നബി ഭട്ട്, ആദിൽ റാഷിദ് ഭട്ട്, ഗുലാം മുഹമ്മദ് മിർ എന്നിവരും പിടിയിലായിട്ടുണ്ട്. കാശ്മീരിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും ഭീകരർ താവളം ഉറപ്പിക്കുന്നുവെന്ന കണ്ടെത്തൽ സുരക്ഷാ ഏജൻസികളെ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനും സാമ്പത്തിക സഹായം ഉറപ്പാക്കാനും ഇവർക്ക് വലിയൊരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു. ഖർഗോഷിനെ സൗദിയിൽ നിന്ന് വിട്ട് കിട്ടുന്നതിനായി ഇന്റർപോളിന്റെ ഉൾപ്പെടെയുള്ള സഹായം തേടാനാണ് ഇന്ത്യയുടെ തീരുമാനം. കറാച്ചി സ്വദേശിയാണെന്ന് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി ഹാരിസ് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂയിൽ നിന്നുള്ള ആളാണെന്ന് പുറത്തുവന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കറാച്ചിയിൽ നിരവധി തീവെപ്പ് കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ടായിരുന്നതിനാൽ പോലീസ് പ്രോസിക്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇയാൾ ലഷ്കർ-ഇ-തോയ്ബയിൽ ചേർന്നത്. പിന്നീട് 2012 ഭീകര സംഘടന അദ്ദേഹത്തെ ജമ്മു കാശ്മീരിലേക്ക് തള്ളിവിട്ടു. അറസ്റ്റിലായ പ്രതികളുടെ അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും അനുസരിച്ച് വടക്കൻ ഭാഗത്ത് നിന്ന് കാശ്മീർ താഴ്വരയിലേക്ക് നുഴഞ്ഞു കയറിയ ഹാരിസ് ബന്ദിപ്പോരയിലെയും ശ്രീനഗറിലെയും വിവിധ സ്ഥലങ്ങളിൽ താമസിച്ച് ഒരു ലഷ്കർ-ഇ ഓവർ ഗ്രൗണ്ട് വർക്കർ, അതായത് ഈ ജമ്മു കാശ്മീരിലടക്കം, അതായത് ശ്രീനഗറിലടക്കം ഈ ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് ഗ്രൗണ്ട് വർക്കർ ഉണ്ട്. അതായത് പാകിസ്ഥാനിൽ നിന്നടക്കം ജമ്മു കാശ്മീരിലേക്ക് പോകാനായിട്ട് ഇവർ ഒരു ഗ്രൗണ്ട് വർക്കർ ടണൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അതിൻ്റെ പണി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ ഒരു വിഭാഗത്തിൽപ്പെട്ട മകളെയാണ് ഈ ഹാരിസ് വിവാഹം കഴിച്ചത്. സജാദ് എന്ന പേരിലാണ് ജയ്പൂരിൽ നിക്കാഹ് ചടങ്ങ് നടന്നത്. ഇന്ത്യൻ പാസ്പോർട്ടിനുള്ള അപേക്ഷയെ പിന്തുണയ്ക്കുന്നതിനും വിവാഹരേഖകൾ ഉപയോഗിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ശ്രീനഗർ പോലീസ് ഈ അന്തർ സംസ്ഥാന ഭീകരവാദ മൊഡ്യൂളിന്റെ ചുരുളഴിച്ചത് നിരവധി പഴുതുകൾ തുറന്നുകാട്ടിയാണ്. പോലീസ് വെരിഫിക്കേഷൻ സംവിധാനം നിലവിൽ ഉണ്ടായിരുന്നിട്ടും രാജസ്ഥാനിൽ അധികാരികൾ എങ്ങനെയാണ് പാസ്പോർട്ട് നൽകിയത് എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. ലഷ്കർ-ഇ-തോയ്ബ ഭീകരൻ ഇന്തോനേഷ്യയിലേക്ക് പലായനം ചെയ്തു. അവിടെ നിന്ന് 2024-2025 സൗദി അറേബ്യയിൽ എവിടെയെങ്കിലും താമസിക്കാൻ മറ്റൊരു വ്യാജ യാത്രാരേഖ ഉപയോഗിച്ചതായി കരുതുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാനും ഗൾഫ് രാജ്യത്ത് നിന്ന് നാട് കടത്താനും നയതന്ത്ര മാർഗങ്ങളിലൂടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും ഇപ്പോൾ വ്യക്തമാക്കുന്നത്.